നല്ല സിനിമ. ഷാരിസ് മുഹമ്മദ് പറഞ്ഞതുപോലെ ഈ പടത്തിൻ്റെ തിരക്കഥയാണ് ഈ സിനിമയുടെ നട്ടെല്ല്. നല്ല സിനിമ, മലയാളികൾക്ക് എല്ലാ കാലത്തും ഓർത്തു വയ്ക്കാൻ കഴിയുന്ന നല്ല നിമിഷങ്ങൾ ഈ ഒരു സിനിമയിലുടനീളമുണ്ട്. ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള നടീനടന്മാരായാലും അതേപോലെ മ്യൂസിക് വിഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ള ജെക്സ് ബിജോ ആണെങ്കിലും കൈയടി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംവിധായകൻ ഡിജോ ജോസ് ആൻ്റണി, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ്. ഓരോ സിനിമകളിലും വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കുന്ന ഒരു സംവിധായകൻ, അയാളുടെ മൂന്നാമത്തെ ചിത്രവും ജനങ്ങളിലേക്ക് എത്തുന്നത് മലയാളിയുടെ സൗഹാർദ്ദത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. മലയാളിയുടെ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മലയാളിയുടെ മനോഭാവത്തെ തുറന്നു പിടിച്ചുകൊണ്ടാണ്. നല്ല സിനിമയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആദ്യം ഒരു പ്രൊമോഷണൽ സോങ്സും അതേപോലെയൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ചിന്തിച്ച പോലെ ഒരു കോമഡി സറ്റയർ അല്ല, കോമഡിയിലൂടെ തന്നെ സീരിയസ് ആയിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്ത് നല്ലൊരു സൗഹാർദ്ദത്തിൻ്റെ കഥ പറഞ്ഞ് പടം അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സിനിമ, മലയാളികൾക്ക് എല്ലാ കാലത്തും ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഡിജോ ജോസ് ആൻ്റണിയുടെ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സോളോ ആക്ടറായിട്ട് തിരിച്ചുവരവ് ചിത്രമായി നമുക്ക് ഈ ചിത്രത്തിനെ കണക്ക് കൂട്ടും. നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. കോമഡി എലമെൻസിൽ നിവിനെ വെല്ലാൻ മലയാള സിനിമയിൽ യൂത്തന്മാരിൽ ആരും ഇല്ലാന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്. നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് സിനിമയിൽ ചിരിക്കാനുള്ള വക സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ടലുള്ള തിരക്കഥ.